പാർട്ട് 1 എപ്പിസോഡ് 4ന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വില്ലോ ഹില്ലില് നമ്മുടെ ടൈലറിന്റെ മാസ്റ്റർ ആയിട്ടുള്ള തോൺ ഹില്ലിനെ ഇപ്പോൾ ഡോക്ടർ ഫെയർബേണിന്റെ അടുത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് കൊണ്ടുപോകുന്നു. ഡോക്ടർ ഫെയർബേണിന് ഒറ്റ കാര്യമേ അറിയാനുള്ളൂ, നീ എന്താണ് ടൈലറിനോട് ചെയ്തത്? തുടർ ചികിത്സയ്ക്കായിട്ട് അതെനിക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും തോൺ ഹില്ല് ഒന്നും പറയുന്നില്ല. അവസാനം നമ്മുടെ ഡോക്ടർ ഫെയർബേൺ അവനെ ഇവിടുന്ന് മാറ്റും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ തോൺ ഹില്ല് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നു. മാത്രമല്ല എനിക്ക് ടൈലറിനെ ഒരു പ്രാവശ്യം കാണണമെന്നും അവൾ ആവശ്യപ്പെട്ടു. ദേ അങ്ങനെ ഇപ്പോ നമ്മുടെ തോൺ ഹില്ല് ടൈലറിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അമ്മ വന്നു മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് തോൺഹിൽ അങ്ങോട്ടേക്ക് ചെന്നപ്പോ തന്നെ നമ്മുടെ ടൈലറിന്റെ ഭാവം മൊത്തത്തിൽ മാറി. അവനിപ്പോ ഹൈഡായി മാറി അവളുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. സെക്യൂരിറ്റി ഗാർഡ് അപ്പൊ തന്നെ ഇവനെ മെരിക്കാനുള്ള ആ ഒരു ട്രിഗർ അമർത്താനായിട്ട് നിൽക്കുമ്പോഴേക്കും ഡോക്ടർ ഫെയർബേൺ പറഞ്ഞു, വേണ്ട, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവളുടെ കഥ അവൻ കഴിക്കും. കുറച്ചു നേരം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എന്തോ ഭാഗ്യത്തിന് മാത്രമാണ് തോൺഹിൽ ഇപ്പോൾ രക്ഷപ്പെട്ടത്. മറുവശത്ത് നമ്മുടെ വെനസ്ഡേ ആകട്ടെ ഒരു ശവകുടീരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചിതാഭസ്മം വിട്ടുവച്ചിരിക്കുന്ന കലം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഗ്രാൻഡ്മയായിട്ടുള്ള ജോന അങ്ങോട്ടേക്ക് വരുന്നത്. തന്റെ പുതിയ കുറ്റാന്വേഷണത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രാൻഡ്മയ്ക്ക് നമ്മുടെ വെനസ്ഡേ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഒറ്റ കണ്ണുള്ള കാക്ക ഇവരിൽ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു മേൽക്കൂരയുടെ മുകളിലുണ്ടായിരുന്നു. കലത്തിലുണ്ടായിരുന്ന ചിതാഭസ്മം മണത്തു നോക്കിയപ്പോ തന്നെ രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി, മനുഷ്യന്റെ ചിതാഭസ്മമല്ല അതിനുള്ളിലുള്ളത്. അപ്പോഴേക്കും ഈ ഒരു ഒറ്റ കണ്ണുള്ള കാക്ക വന്നിട്ട് വെനസ്ഡേ ശേഖരിച്ചു വെച്ച എല്ലാ എവിഡൻസും എടുത്തുകൊണ്ട് പറന്നു പോവുകയാണ്. വെനസ്ഡേ ഈ ഒരു കാക്കയുടെ പിന്നാലെ പാഞ്ഞു പോയി, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ആ ഒരു അജ്ഞാതനെ വീണ്ടും നമ്മുടെ വെനസ്ഡേ കണ്ടു. സെമിത്തേരിയിലൂടെ അയാൾ ഒരു ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോവുകയാണ്. ആ ഒരു പേഷ്യൻസിന്റെ ഫേക്ക് ഡെത്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു സെമിത്തേരി തന്നെ വാങ്ങിക്കാനായി ഗ്രാൻഡ്മയോട് വെനസ്ഡേ പറയുന്നു. ഗ്രാൻഡ്മയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പൂത്ത കാശുണ്ട്. വെറുതെ അല്ല പ്രിൻസിപ്പൽ ഡോട്ട് ഈ ഒരു കുടുംബത്തെ തന്നെ ഫണ്ട് റൈസിങ്ങിനായിട്ട് പിടിച്ചത്. വെനസ്ഡേ നേരെ അക്കാദമിയിലേക്ക് പോവുകയാണ്. അവിടെ കാക്കയെ കണ്ട നമ്മുടെ വെനസ്ഡേ നേരെ ചെല്ലുന്നത് റൂമിലേക്കാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ബ്രൂണോയും എന്നോടും കൂടി ഒരു കിസ്സിംഗ് സീൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് വെനസ്ഡേ കയറി ചെന്നത്. അതിലും വലിയൊരു ടെസ്റ്റ് സംഭവിച്ചു. മറ്റൊന്നുമല്ല, നമ്മുടെ ആഗ്നസിന് ഇൻവിസിബിൾ പവർ ഉണ്ടല്ലോ. ഇവർ ഈ കിസ് ചെയ്യുന്നതും മറ്റ് കലാപരിപാടികൾ ചെയ്യുന്നതൊക്കെ ആഗ്നസ് കണ്ടിട്ടുണ്ടായിരുന്നു. നീ എത്ര നേരമായി ഇവിടെ ഉണ്ട് എന്നൊക്കെ എന്നോട് ഇപ്പൊ ആഗ്നസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആഗ്നസ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. ഇത് കേട്ടപ്പോ തന്നെ എനിഡിന് നല്ല ദേഷ്യം വന്നു. അവളെ മാന്നാനായിട്ട് ഇപ്പോ നമ്മുടെ എനിഡ് മുന്നോട്ടേക്ക് വന്നപ്പോ ബ്രൂണോ അവളെ പിടിച്ചു വെച്ചു. അങ്ങനെ ഇതിനെല്ലാം ശേഷം നമ്മുടെ വെനസ്ഡേ ആകട്ടെ എനിഡിനെയും ബ്രൂണോയും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് ഇപ്പൊ നമ്മുടെ വെനസ്ഡേ പോവുകയാണ്. അവിടെ വെച്ച് അവളുടെ അങ്കിൾ ആയിട്ടുള്ള ഫെസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നു. ഫെസ്റ്ററിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആളൊരു കോമഡി പീസ് മാത്രമല്ല, ജഗജാല കില്ലാടിയാണ്. ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെനസ്ഡേയുടെ പുറകിലായിട്ട് ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയുള്ള ഫെസ്റ്റർ അപ്പൊ തന്നെ പുള്ളിക്കാരന്റെ ആ ഒരു ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് വെനസ്ഡേയുടെ പുറകിൽ വരുന്ന ആൾക്കിട്ട് പണി കൊടുത്തത് അത് നമ്മുടെ പാവം ആഗ്നസ് ആയിരുന്നു. ഷോക്കേറ്റ അവളുടെ മുടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആകെ വിജൃംഭിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ ഇപ്പോ അങ്കിൾ ഫെസ്റ്ററിനോട് വില്ലോ ഹില്ലിലേക്ക് പോയിട്ട് ലൂയിസ് ആരാണെന്ന് കണ്ടെത്താൻ പറയുന്നു. ആൻഡ് ഒഫീലിയയും വില്ലോ ഹില്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് വെനസ്ഡേക്ക് മനസ്സിലായി. മോർട്ടീഷ്യ ഇക്കാര്യം അവളോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ നമ്മുടെ അങ്കിൾ ഫെസ്റ്റർ ആകട്ടെ വില്ലോ ഹില്ലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആപ്പിൾ ഹോളോ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ. അങ്കിൾ ഫെസ്റ്ററിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ഈ ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ മൊത്തം അടിച്ചു പൊളിക്കുക. അതായത് പുള്ളിക്കാരന് കിട്ടിയ റൂമിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളും മറ്റൊക്കെ ആകെ തകർത്ത് തരിപ്പണായി. അങ്ങനെ ഹോട്ടൽ ജീവനക്കാര് ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസുകാര് എല്ലാ റൂമും തിരയുന്നതിന്റെ ഇടയിൽ നമ്മുടെ ബിയാങ്കയുടെ അമ്മയായിട്ടുള്ള ഗബ്രിയേലിനെയും അറസ്റ്റ് ചെയ്തു. സംഭവം മറ്റൊന്നുമല്ല, ഈ ഒരു ഹോട്ടലുകാർക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു റൂമിൽ ആളുണ്ടായിരുന്നെന്ന്. അങ്ങനെ നമ്മുടെ അങ്കിൾ ഫെസ്റ്ററിനെ പിടിക്കാനായിട്ട് പോലീസുകാര് ബാത്റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. നിങ്ങളുടെ രണ്ട് കൈകളും പൊക്കുക. അങ്കിളാണെന്നുണ്ടെങ്കിൽ രണ്ട് താറാക്കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് സാന്റിയോഗ എന്ന് പറയുന്ന ആ ഒരു പോലീസുകാരിനെ നോക്കിയിട്ട് പുള്ളിക്കാരൻ ഒരുമാതിരി ചിരിച്ചിരിക്കുകയാണ്. അങ്ങനെ അങ്കിൾ ഫെസ്റ്ററിനെയും കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അങ്കിൾ ഫെസ്റ്ററിന്റെ ബാഗ് പരിശോധിച്ച് നോക്കിയപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി. ഒരു ലോഡ് കണക്കിന് ഡ്രൈവിംഗ് ലൈസൻസും ID കാർഡും, പല പേര്, പല അഡ്രസ്സ്. ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ ഫെസ്റ്റർ പറയുന്നത് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ്. എന്നിട്ട് ഈ ഒരു പോലീസുകാരെ നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കള്ളിമുൾ ചെടി പോലുള്ള ഒരു മുള്ളിന്റെ ചെടി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പോലീസുകാര് നമ്മുടെ ഡോക്ടർ ഫെയർബേണിന്റെ അടുത്തേക്ക് ഇയാളെ ആക്കാമെന്നാണ് പറയുന്നത്. അത് തന്നെയായിരുന്നു നമ്മുടെ അങ്കിൾ ഫെസ്റ്ററിന്റെ പ്ലാന്. എങ്ങനെയെങ്കിലും വില്ലോ ഹില്ലിലേക്ക് കടക്കുക.
നടക്കുക. ആളൊരു കോമഡി പീസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലായില്ലേ ജഗജാല കില്ലാടിയാണെന്ന്. മറുവശത്ത് പ്രിൻസിപ്പൽ ബാരിഡോട്ട് ആകട്ടെ ബിയാങ്കയെയും പിന്നെ ബാക്കിയുള്ളവരെയും കൊണ്ട് ഇൻവിറ്റേഷൻ കാർഡുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബിയാങ്കയുടെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മെസ്സേജ് മറ്റൊക്കെ വരുന്നത്. അവൾക്കൊരു പേഴ്സണൽ മാറ്റർ ഉണ്ട്, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഈ ഒരു പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല. ഡോക്ടർ ഓർലോഫിനെ അവരെ നോക്കാനായി ഏൽപ്പിച്ച ശേഷം അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. വെനസ്ഡേ നേരെ ചെല്ലുന്നത് അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയുടെ അടുത്തേക്കാണ്. ഒഫീലിയ ആന്റീനെ എന്തിനാണ് വില്ലോ ഹില്ലിലേക്ക് അയച്ചത്? അത് ഗ്രാൻമയുടെ തീരുമാനമായിരുന്നെന്നാണ് മോർട്ടീഷ്യ ആദ്യം പറയുന്നത്. വെനസ്ഡേയുടേത് പോലെയുള്ള സൈക്കിക് എബിലിറ്റി ഒരുപാട് പ്രാവശ്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവളുടെ കണ്ണിൽ നിന്നും കറുത്ത കണ്ണുനീർ വരാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് വില്ലോ ഹില്ലിലേക്ക് അയച്ചതെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗ്രാൻമ വരുന്നു. ഇതിനകം തന്നെ വെനസ്ഡേക്ക് വേണ്ടിയിട്ട് ആ ഒരു സെമിത്തേരി മൊത്തത്തില് ഗ്രാൻമ വിലക്ക് വാങ്ങിയിരുന്നു. മാത്രമല്ല ഗ്രാൻമ ഇപ്പൊ നമ്മുടെ വെനസ്ഡേയുടെ ചെവിട്ടില് ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിട്ടിരിക്കുന്നത് അഗസ്റ്റസ് സ്റ്റോൺഹേഴ്സ്റ്റ് എന്ന് പറയുന്ന ആളാണ്. വെനസ്ഡേക്ക് ഇപ്പോ പൂത്തിരി കത്തുന്ന സന്തോഷമാണ് മുഖത്ത്. വെനസ്ഡേ പോയതിനു ശേഷം നമ്മുടെ മോർട്ടീഷ്യ അവളുടെ അമ്മയായിട്ടുള്ള ജോവന്ന, അതായത് നമ്മുടെ ഈ ഒരു ഗ്രാൻമയോട് ആ ഒരു ഫണ്ട് ഡൊണേഷനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഡൊണേഷനൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ വെനസ്ഡേയുടെ ആ ബുക്ക് നീ തിരിച്ചു കൊടുക്കണം. അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് മോർട്ടീഷ്യ ഗുഡിയുടെ ബുക്ക് കത്തിച്ചു കളയുകയാണ്. പിന്നീട് അവൾ ആ ഒരു തീനാളത്തിലേക്ക് നോക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് മോർട്ടീഷ്യക്ക് തന്നെ തോന്നുന്നുണ്ട്. മറുവശത്ത് ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു ചാടാം എന്നാണ് ബിയാങ്ക ചിന്തിക്കുന്നത്. അജാക്സ് ആണെന്നുണ്ടെങ്കിൽ അവൾ അപ്പൊ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അജാക്സ് ഡോക്ടർ ഓർലോഫിനെ അപ്പൊ തന്നെ ഒരു കൽപ്രതിമ ആക്കി മാറ്റുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾ എടുക്കും, അതിനുള്ളിൽ നമുക്ക് പോയിട്ട് വരാം എന്നാണ് പറയുന്നത്. യൂജീനും അതുപോലെ തന്നെ പക്സ്ലിയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നേരെ ബിയാങ്ക സൈറൻ ഗാനം മുഴക്കി അവരുടെ മനം മാറ്റുന്നു. നിങ്ങൾ ഉടനെ തന്നെ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് റെഡിയാക്കുന്നു, ഞങ്ങൾ അപ്പോഴേക്കും പോയി വരാം. മറുവശത്ത് ഡോക്ടർ ഫെയർബേൺ നമ്മുടെ അങ്കിൾ ഫെസ്റ്ററിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വില്ലോ ഹില്ലിലെ ഒരു അന്തേവാസിയായി നമ്മുടെ അങ്കിൾ ഫെസ്റ്റർ മാറിക്കഴിഞ്ഞു. കാണുന്നവരോടൊക്കെ ലൂയിസ് ആരാണ് എന്നുള്ള ചോദ്യമായിരുന്നു അങ്കിൾ ഫെസ്റ്ററിന് ചോദിക്കാനുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ ഫെസ്റ്റർ അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് പോയപ്പോഴാണ് ഒരു വർക്കറുടെ പേര് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നത്. അത് ലൂയിസ് ആയിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാകുന്നു. രണ്ടുപേരും ഒരുപാട് നേരം കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ് ഇപ്പോ ഒരു മുറിയിൽ എത്തിച്ചേരുന്നു. പിന്നീടാണ് അബദ്ധം നമ്മുടെ അങ്കിൾ ഫെസ്റ്റർ മനസ്സിലാക്കുന്നത്. അവളുടെ ഫുൾ നെയിം ബോർഡ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ലൂയിസ് എന്നായിരുന്നു. എന്തായാലും വന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കി നമ്മുടെ അങ്കിൾ ഫെസ്റ്റർ ഒരു ചൂട് കിസ് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇതേ സമയം തന്നെ വെനസ്ഡേക്ക് ആഗ്നസിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. സ്റ്റോൺഹേഴ്സ്റ്റും ഇപ്പോൾ വില്ലോ ഹില്ലിലാണ് ഉള്ളത്. വെനസ്ഡേ എപ്പോഴും ഇപ്പോൾ നമ്മുടെ ആഗ്നസിന്റെ കൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നിഡിന് നല്ല കുശുമ്പൂത്തിയിട്ട് അവൾ അത് ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പൊട്ടത്തിക്ക് അറിയില്ലല്ലോ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന്. പക്ഷെ നമ്മുടെ വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ ഇവള് പറയുന്ന ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. അങ്ങോട്ടേക്ക് വന്ന ഒരു കൂട്ടം കാക്കകളെയാണ് വെനസ്ഡേ ഇപ്പൊ നോക്കുന്നത്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഈ ഒരു കാക്കകള് ഇപ്പൊ ഇവരെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നു. എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ ബാരിഡോട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പിഷ്ക്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈകൊണ്ടൊക്കെ വെടിവെച്ചിട്ട് തീയൊക്കെ വിട്ടിട്ട് ഈ ഒരു കാക്കകളൊക്കെ നിലം പരിശാക്കുന്നുണ്ട്. അപ്പോഴേക്കും തിങ്ങിനെയും എടുത്തുകൊണ്ട് ഒരു കാക്ക പറന്നു പോകുന്നുണ്ട്. അതിനെയും നമ്മുടെ പ്രിൻസിപ്പൾ വെടിവെച്ചു. കാക്കയിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ പാവം തിങ്ങാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ എനിഡ് അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് തിങ്ങിനെ ക്യാച്ച് ചെയ്തു. വെനസ്ഡേ അപ്പോ തന്നെ ആ ഒരു അജ്ഞാതനെ കണ്ടുമുട്ടുന്നു. അയാൾക്ക് പിന്നാലെ വെനസ്ഡേ പരക്കം പാഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ കണ്ടെത്താനാകുന്നില്ല. അവൾ അങ്ങനെ അവിടുത്തെ ആ ഒരു മ്യൂസിക് ക്ലാസ്സിലേക്കാണ് എത്തുന്നത്. അവിടെ നമ്മുടെ ഡോക്ടർ ഫെയർബേൺ ഉണ്ടായിരുന്നു. വെനസ്ഡേ ഫെയർബേണോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വളരെ ധൃതിപ്പെട്ട് ശ്വാസമൊക്കെ ഇങ്ങനെ നിലച്ച രീതിയിൽ കാപ്രി അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ വെനസ്ഡേക്ക് ഇപ്പൊ നല്ല രീതിയിൽ കാപ്രിനെ സംശയമുണ്ട്. ഇതേ സമയം ബിയാങ്ക പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഈ ഒരു പോലീസുകാരെ രണ്ടുപേരെയും അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ആ ഒരു സൈറൺ ഗാനം പാടി അവരുടെയും മനം മാറ്റുന്നു. ഇങ്ങനെ ഒരു കേസേ ഇല്ല, നിങ്ങളെല്ലാം മറന്നു. അക്കാദമിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഫെയർബേന്റെ കാറിന് പുറകിലായിട്ട് ഇപ്പൊ തിങ്ങും അള്ളി പിടിച്ചിരുന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ വെനസ്ഡേ നോക്കുമ്പോൾ അവളുടെ പുറകിലായിട്ട് അമ്മയായ മോർട്ടീഷ്യ വന്ന് അവളെ വാണിംഗ് ചെയ്യുകയാണ്. നീ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിർത്തിക്കോ, അത് വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ വില്ലോ ഹില്ലിലേക്ക് നമ്മുടെ തിങ് എത്തി. എന്നിട്ട് ഫെസ്റ്ററിനോട് കാര്യം പറഞ്ഞു. തിങ് ലൂയിസിനെ അന്വേഷിച്ചും പോയി. ഫെസ്റ്റർ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ പ്രീതി പിടിച്ചു പറ്റി ഇപ്പോ സ്റ്റോൺഹേഴ്സ്റ്റിനെ കാണാനായിട്ട് പോവുകയാണ്. ഫെസ്റ്ററിന് അപ്പൊ ഒരു കാര്യം മനസ്സിലായി. പുള്ളിക്കാരന്റെ തോളിരിക്കുന്ന പാരറ്റിനാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. ഈ ഒരു പാരറ്റിനോട് ചോദിച്ചപ്പോ പാരറ്റ് ഭയങ്കര മൊട. അപ്പൊ തന്നെ നമ്മുടെ ഫെസ്റ്റർ ഇലക്ട്രിക് ഷോക്ക് ഈ ഒരു പാരറ്റിന് കൊടുത്തു. ഈ ഒരു തത്ത പറയുന്നത് പോലെ 51971 എന്ന ഒരു റൂം നമ്പർ കോഡ് പറഞ്ഞു കൊടുത്തു.
എന്നൊരു ചിരിയും ചിരിച്ച് നമ്മുടെ ഫെസ്റ്റർ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം വെനസ്ഡേ ഓർലോഫിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, സ്റ്റോൺ ഹേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ മകളെ കുറിച്ചും. ഇതേ സമയം നമ്മുടെ അജാക്സും ബിയാങ്കയും കൂടി ചേർന്നിട്ട് ബിയാങ്കയുടെ അമ്മയായിട്ടുള്ള ഗബ്രിയേലിനെ ഇവരുടെ കോളേജിലെ തന്നെ ഒരു പഴയ ക്ലാസ് റൂമിൽ ഒളിപ്പിക്കാനായിട്ടുള്ള പദ്ധതി ഇടുന്നുണ്ട്. പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് എന്തോ ശബ്ദം കേട്ട് വന്നു നോക്കുന്നുണ്ടെങ്കിലും അവരവിടെ തന്നെ ഒളിച്ചു നിന്നു. ഇതേ സമയം നമ്മുടെ സ്റ്റോൺ ഹേഴ്സിനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടു പോകുന്ന ഫെസ്റ്ററിനെ ഇപ്പൊ നമ്മുടെ തോൺഹില് നേരിട്ട് കാണുകയാണ്. അവളുടെ കിളി പോകുന്നുണ്ട്. ഫെസ്റ്റർ ആഡംസ് എങ്ങനെ ഇവിടെ? പക്ഷെ ഫെസ്റ്ററിന് ഇവൾ ആരാണെന്നൊന്നും അറിയില്ല. പോകുന്ന പോകെ തന്നെ സ്റ്റോൺ ഹേഴ്സ് നമ്മുടെ ലൂയിസിന്റെ മുറി ഫെസ്റ്ററിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ പണി പാളി. ഈ തോൺഹില്ല് ഫെസ്റ്റർ ആഡംസിനെ കണ്ട കാര്യം ഡോക്ടർ ഫെയർബേണിന്റെ അടുത്ത് പറയുകയും പിന്നീട് ഇവര് സെക്യൂരിറ്റിയും കൂട്ടി ചെന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഫെസ്റ്റർ ആ ഒരു മുറി തുറക്കാനായിട്ട് നോക്കുന്നതും കണ്ടു. അതേ തുടർന്ന് പിന്നീട് ഫെസ്റ്ററിനെ ഇപ്പോ നമ്മുടെ സ്ലർപ്പ് ഉണ്ടല്ലോ സോംബി, അവനെ ഇട്ടിരിക്കുന്ന അതേ റൂമിൽ തന്നെ ലോക്ക് ചെയ്തിടുകയാണ്. ഇതേസമയം ഇത് ക്യാൻറ്റീൻ ജീവനക്കാരിയായിട്ടുള്ള ലോയിസും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അപ്പൊ തന്നെ തിങ്ങിന്റെ അടുത്ത് ഈ ഒരു വില്ലോ ഹില്ലിന്റെ മൊത്തം ബ്ലൂ പ്രിന്റും കൊടുത്തയച്ചു. ഇതിപ്പോ വെനസ്ഡേയുടെ കയ്യിലും എത്തി. അങ്കിൾ ഫെസ്റ്ററിനെ അവിടെ നിന്നും രക്ഷിക്കാനായിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് ഇവരെ പോവുകയാണ്. എനിഡിനെ മാത്രം ഒരു കാര്യവും ഏൽപ്പിക്കാത്തത് കൊണ്ട് അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ അന്ന് രാത്രിയായപ്പോ കാപ്രിയുടെ കാറിന്റെ ഡിക്കിയിൽ ഇപ്പൊ നമ്മുടെ വെനസ്ഡേ ഒളിച്ചു. കാപ്രി നേരെ പോകുന്നത് വില്ലോ ഹില്ലിലേക്കാണ്. അതിനു മുമ്പേ തന്നെ എനിഡും നമ്മുടെ ആഗ്നസും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആഗ്നസ് എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അതിനുള്ളിൽ ഒരു പടക്കം വെച്ചു. ഈ ഒരു സെക്യൂരിറ്റി കാപ്രിയുടെ കാറിന്റെ ഡിക്കി പരിശോധിക്കുമ്പോൾ തന്നെ ആഗ്നസ് ആ ബാത്റൂമിൽ ഒരു പടക്കം പൊട്ടിച്ചു. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു. ഈ തക്കത്തിന് വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോ അതേ കാപ്രി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവിടുത്തെ അന്തേവാസികൾക്ക് വളരെ മനോഹരമായിട്ട് പിയാനോ വായിച്ചു കേൾപ്പിക്കുകയാണ്. സെക്യൂരിറ്റികളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് വെനസ്ഡേ ഇപ്പോ ഫെസ്റ്ററിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫെസ്റ്ററിനെ മോചിപ്പിച്ചതിന് ശേഷം രണ്ടുപേരും അവിടെ നിന്ന് പോയി. പക്ഷേ അപ്പോഴേക്കും സ്ലർപ്പ് സോംബി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചങ്ങലൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സെല്ലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന തോൺഹില്ലിന്റെ ഒപ്പം ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ ഈ ഒരു സോംബി ആക്രമിക്കുകയാണ്. തോൺഹില്ല് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് തോൺഹില്ലും വെനസ്ഡേയും പരസ്പരം കണ്ടുമുട്ടുന്നത്. ഈ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ റൊമാൻസിഫിക്കേഷൻ സീനാണ്. ഇപ്പൊ ഇത് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇവരങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സെക്യൂരിറ്റി ബ്രീച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാം കാര്യങ്ങളൊക്കെ മുഴങ്ങുന്നുണ്ട്. അത്ത പറഞ്ഞ ആ ഒരു 51971 എന്ന കോഡ് ഉപയോഗിച്ച് ഇവരങ്ങനെ ആ ഒരു റൂം തുറന്നു. അതിനുള്ളിലായിട്ട് തന്നെ മറ്റൊരു റൂം ഉണ്ടായിരുന്നു. ലൂയിസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഇവരുടെ എന്തോ തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് വെനസ്ഡേക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവിടെ ആയിട്ട് തന്നെ ലൂയിസ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എഴുതിയിട്ടുണ്ടായിരുന്നു, ലോങ് ടൈം ഔട്ട്കാസ്റ്റ് ഇന്റഗ്രേഷൻ സ്റ്റഡി. മരിച്ചെന്ന് പറഞ്ഞ എല്ലാ ഔട്ട്കാസ്റ്റുകളും അവിടെ തന്നെ ജീവനോടെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ ഒരു അജ്ഞാതൻ നമ്മുടെ വെനസ്ഡേയുടെയും ഫെസ്റ്ററിന്റെയും അടുത്തേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, ജൂഡി ആയിരുന്നു. അച്ഛനായിട്ടുള്ള സ്റ്റോൺ ഹേഴ്സ് തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും വളരെയധികം രഹസ്യമായി തുടരുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ഈ ഒരു വില്ലോ ഹില്ല് മറയാക്കിയത്. ഇവർ രണ്ടുപേരെയും വെടിവെക്കാനായിട്ടാണ് ജൂഡി നിൽക്കുന്നത്. അപ്പൊ തന്നെ ഫെസ്റ്ററിന് നമ്മുടെ വെനസ്ഡേ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ഫെസ്റ്റർ അപ്പൊ തന്നെ പുള്ളിക്കാരന്റെ ആ ഒരു ഇലക്ട്രിക് എബിലിറ്റി ഉപയോഗിക്കുന്നു. പക്ഷെ അത് അങ്ങോട്ടേക്കും തിരിച്ചടിക്കുന്നുണ്ട്. അതോടുകൂടി കറന്റും പോയി അവിടുത്തെ എല്ലാ ലോക്കും തുറക്കുകയും പേഷ്യൻസ് ഒക്കെ പുറത്തോട്ട് വന്നിട്ട് സ്ത്രീയെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത ഒരു സ്ത്രീയെ വെനസ്ഡേ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഇതേ സമയം തോൺഹില്ല് നേരെ ചെല്ലുന്നത് നമ്മുടെ ടൈലറിനെ രക്ഷിക്കാനാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിത്തീരാൻ കാരണം നീ ഒറ്റൊരുത്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് 5 സെക്കൻഡ് അവൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ ടൈലർ ട്രാൻസ്ഫോം ആവുന്നുണ്ട്. എന്നിട്ട് തോൺഹില്ലിന്റെ പിന്നാലെ ഓടി വരികയാണ്. എത്ര ഓടിയിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഹൈഡിന്റെ കൈ കൊണ്ട് തന്നെ ചാവേണ്ടി വന്നു നമ്മുടെ തോൺഹില്ലിന്. ഇതേ സമയം നമ്മുടെ ഫെസ്റ്റർ അങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ലൂയിസിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം എന്റെ എക്കാലത്തെയും ഫേവറേറ്റ് നീയാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും നടന്നു പോകുന്നു. മറുവശത്ത് നമ്മുടെ ഡോക്ടർ ഫെയർബേണിനെയും സ്റ്റോൺ ഹേഴ്സിനെയും സ്ലർപ്പ് സോംബി വന്നിട്ട് കഴിക്കുകയാണ്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കഥ കഴിഞ്ഞു. ഇപ്പോഴിതാ നമ്മുടെ വെനസ്ഡേയുടെ നേരെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈഡ്. അങ്ങനെ പേര് പോലും അറിയാത്ത ആ ഒരു യുവതിയെ നമ്മുടെ വെനസ്ഡേ സുരക്ഷിതമാക്കി. പക്ഷെ അങ്ങോട്ടേക്ക് ഹൈഡ് വന്നിട്ട് ഇപ്പൊ അവളെ തുറിച്ചു നോക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ജനലിലൂടെ നമ്മുടെ വെനസ്ഡേ എടുത്ത് താഴേക്ക് ഇടുന്നു. വളരെയധികം ഉയരത്തിൽ നിന്നാണ് അവൾ താഴേക്ക് വീഴുന്നത്. അങ്ങനെ നമ്മുടെ വെനസ്ഡേയുടെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അപ്പോഴേക്കും പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോലീസുകാരെയും ഉപദ്രവിച്ചാണ് അവിടെ നിന്നും പോകുന്നത്. ഇങ്ങനൊരു സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സീസൺ 2 പാർട്ട് 1 അവസാനിക്കുന്നത്. പാർട്ട് 2ന്റെ ടീസർ വന്നിട്ടുണ്ട്. അതിൽ ചുമ്മാ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെനസ്ഡേ കോമയിൽ ഒരുപാട് നാൾ കിടക്കുന്നതും പിന്നീട് അങ്ങോട്ട് ഓക്കെ ആവുന്നതും പിന്നീട് നടക്കാൻ പോകുന്ന നല്ല കിടിലൻ കിണ്ണങ്കാച്ചി സാധനങ്ങളൊക്കെ ആ ഒരു ടീസറിലുണ്ട്. അതെന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതെന്തായാലും അടുത്ത മാസം നമുക്ക് കാണാം. സെപ്റ്റംബറിൽ തന്നെ
പാർട്ട് 2 വരുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബാക്കിയുള്ളവർക്കും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.